ഇന്നിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ഈസ് ഇക്വേഷൻ, ഇക്വേഷൻസ് എന്താണ് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇക്വേഷൻസ് നിങ്ങൾ പലയിടങ്ങളിലും പല രീതിയിലും പഠിച്ചിട്ടുണ്ടാവും. ഇക്വേഷൻസ് എന്താണെന്ന് ഇപ്പം മാത്തമാറ്റിക്കലി എന്താണെന്ന് ബേസിക് ആയിട്ട് പറയുകയാണ്. ആൻ ഇക്വേഷൻ ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഈക്വാളിറ്റി ബിറ്റ്വീൻ ടു എക്സ്പ്രഷൻസ്. നമ്മൾ പറയാൻ പോകുന്ന എന്തെങ്കിലും രണ്ട് എക്സ്പ്രഷൻസിൻ്റെ തുല്യതയെ കാണിക്കുന്നതാണ് ഇക്വേഷൻസ് എന്ന് വിളിച്ചേക്കുന്നത്. ഫോർ എക്സാമ്പിൾ അത് 3x = 6, അതായത് എക്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി 3 അപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഡിവിഷൻ ആവും. 6/3 = 2 എന്ന് കിട്ടും. അപ്പം 3 × 2 ആണ് 6 എന്നുള്ളതാണ്. അതേപോലത്തെ മറ്റൊരു ഇക്വേഷനാണ് 3x² + 4x = 5 എന്ന് നമ്മൾ കൊടുത്തേക്കും. അതേപോലെ ടൈപ്സ് ഓഫ് ഇക്വേഷൻ, പലതരത്തിലുള്ള ഇക്വേഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഒന്നല്ല, ഒരുപാട് തരത്തിലുള്ള ഇക്വേഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഏതൊക്കെയായിരിക്കും? സിമ്പിൾ ലീനിയർ ഇക്വേഷൻ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷനാണ്. ഡിഗ്രി 1 ആയിരിക്കും. അൺനോൺ ഒരെണ്ണയെ കാണത്തുള്ളൂ. അതുകൊണ്ടാണ് അതിന് സിമ്പിൾ എന്ന് വിളിച്ചേക്കുന്നത്. ഒറ്റ അൺനോൺ വെച്ചിട്ടായിരിക്കും. ഇത് ഇങ്ങനെ ആയിരിക്കും ഇരിക്കുക. 4x + 3 = 7, അതായത് എക്സിൻ്റെ പവർ 1 ആണ്. ഒരു അൺനോൺ മാത്രമേ ഉള്ളൂ, എക്സ് ആണ് അൺനോൺ. ഇനിയുള്ളത് സൈമൾട്ടേനിയസ് ഇക്വേഷൻ ഓഫ് ഫസ്റ്റ് ഡിഗ്രി ഇൻ 2 അൺനോൺസ്. രണ്ട് അൺനോണും ഡിഗ്രി 1 ആയിരിക്കും. ഇത് സിമ്പിൾ എന്ന് വിളിക്കാൻ പറ്റത്തില്ല, ലീനിയർ ഇക്വേഷൻ തന്നെയായിരിക്കും. 3x + 2y = 7, അതായത് എക്സിനും വൈക്കും പവർ 1 തന്നെയാണ്. സൈമൾട്ടേനിയസ് ഇക്വേഷൻ ഓഫ് ഫസ്റ്റ് ഡിഗ്രി ഇൻ 3 അൺനോൺസ്. 3 അൺനോൺ വരുമ്പോൾ എക്സ് വൈ ഇസഡ് വരും. എന്നാൽ ഡിഗ്രി എന്തുവാ? ഫസ്റ്റ് ഡിഗ്രി തന്നെ ആയിരിക്കും. ഇനി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഡിഗ്രി 2 ആയിരിക്കും. ഒരു അൺനോണുള്ള ഡിഗ്രി 2 കണ്ടോ, ഡിഗ്രി 2 ആണ്. 3x² + 4x + 5 = 0. സൈമൾട്ടേനിയസ് ഇക്വേഷൻ 2 അൺനോൺസ്, രണ്ട് അൺനോൺസ്, എന്നാൽ ഒരെണ്ണം ലീനിയറും ആയിരിക്കും, ഒരെണ്ണം ഡിഗ്രി ഉള്ളതായിരിക്കും കാണിക്കുന്നത്. കണ്ടോ, 2x² + 3xy + y². ഡിഗ്രി 1 ആയാലും 1 ആകുമ്പോൾ നമ്മൾ എന്തെന്ന് വിളിക്കാം? നമ്മുടെ സൈമൾട്ടേനിയസ് ഇക്വേഷൻ ഫസ്റ്റ് ഡിഗ്രി എന്ന് വിളിക്കാനും പറ്റും. പ്രോബ്ലംസ് സോൾവ്. 6x = 6 എത്രയായിരുന്നു? 6/6 അപ്പുറത്തേക്ക് പോകുമ്പോൾ 6/6 = 1, x = 1 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ വളരെ സിമ്പിളാണ്. സോൾവ് x + 3 = 6, അതായത് എത്രയാ? x = 3 അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പം എന്താവും? 6 - 3 = 3 എന്ന് കിട്ടും. സോൾവ് 4x + 7 = 3x + 12. എങ്ങനെയായിരിക്കും കിട്ടുക? എക്സ് എല്ലാം ഒരു സൈഡിലേക്ക്, എക്സ് ഉള്ള വേരിയബിൾ ഉള്ളതിനെല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുപോവുക. അതായത് 4x - 3x = 12 - 7 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ 1x = 5, അതായത് x = 5 എന്ന് ഉത്തരം കിട്ടുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സോൾവ് 7x - 2 + 8x - 3 - 22 = x + 10. അത് ബ്രാക്കറ്റിലുള്ളത് ബ്രാക്കറ്റ് ആദ്യം ഒന്ന് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? 7 × x ചെയ്യണം, 7 × 2 ചെയ്യണം. അപ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ആവും. ചിഹ്നം അതേപോലെ കൊടുക്കുക. അപ്പോൾ 7x - 14 + 8 × x 8x മൈനസ് 8 × 3 24. എക്സ് എല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുവരണം. ഈ ഒരു എക്സ് ഉള്ളത് ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ബാക്കി നമ്പറെല്ലാം അപ്പുറത്ത് കൊണ്ടുപോകും. അപ്പോൾ എങ്ങനെ കിട്ടുക? ഒരു എക്സ് ഇപ്പുറത്ത് കൊണ്ടുപോകാൻ -x ആവും, ബാക്കിയെല്ലാം പ്ലസ് ആവും. അപ്പുറത്ത് ചെല്ലുമ്പോൾ എന്തായി മാറി? 14x = 70, അതായത് x = 70/14 = 5 എന്ന് കിട്ടും. ഇങ്ങനെ സോൾവ് ചെയ്യുന്നത്. ഫൈൻഡ് 2 നമ്പേഴ്സ്, സം ഈസ് 30 ആൻഡ് ഡിഫറൻസ് ഈസ് 4. രണ്ട് നമ്പറിൻ്റെ സം എന്ന് പറഞ്ഞേക്കുന്നത് 30 ആണ്, ഡിഫറൻസ് എന്ന് പറഞ്ഞേക്കുന്നത് 4 ആണ്. അതായത് രണ്ട് നമ്പറിൻ്റെ ടോട്ടൽ 30. എക്സ് പ്ലസ്, അത് എക്സ് ആയിട്ട് സങ്കല്പിച്ച x + x = 30. അങ്ങനെയാണെങ്കിൽ ഈക്വൽ ടു, എന്നിട്ട് ഡിഫറൻസ് എത്രയാണ്? 4 ആണ്. x - x = 4 ആണ്. അപ്പോൾ 2x എന്ന് നമുക്ക് കൊടുക്കാം. 2x 2x എന്ന് പറഞ്ഞേക്കുന്നത് 30 ആണ്. പക്ഷേ ഡിഫറൻസ് ഈക്വൽ ടു ഡിഫറൻസ് എത്രയാണ്? 4 ആണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ എഴുതാം. ലെറ്റസ് നമ്പർ ബി എക്സ് സോ ദാറ്റ് അതർ ഈസ് x - 30 - x. എക്സ് ആണ് നമ്പർ. ആ നമ്പർ കണ്ടുപിടിക്കാൻ 30ൽ നിന്നും x കുറച്ചാൽ മതി. 2x കുറച്ച് കഴിയുമ്പം മൊത്തം ടോട്ടൽ തീരും. പക്ഷേ അത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 4 ആണ്. അങ്ങനെയാണ് സോൾവ് ചെയ്ത് വരുമ്പം 30 - 2x = 4 എന്ന് വരും. അതായത് -2x = 4 - 30, അതായത് 2x = 26. 26/4 = 13. അപ്പോൾ എക്സ് എത്ര കിട്ടുന്നത്? 13 ആണ് കിട്ടുന്നത്. അപ്പോൾ അടുത്ത നമ്പർ കണ്ടുപിടിക്കാൻ 30ൽ നിന്നും കുറച്ചാൽ മതി, 17 കിട്ടും. അപ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് 17ഉം 13ഉം തമ്മിലുള്ള ഡിഫറൻസ് 4. ഓക്കെ. ഇപ്പം എ മാർക്കറ്റ് ഡിമാൻഡ് കർവ് ഈസ് ഗിവൺ ബൈ D = 50 - 5p. ഫൈൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 1. അതിൽ
the maximum price anybody will pay for the commodity. മാക്സിമം പ്രൈസ് എന്ന് പറയുമ്പം ഏറ്റവും ഉയർന്ന വില എന്ന് പറയുമ്പം തീർച്ചയായിട്ടും എത്രയായിരിക്കും? ഉയർന്ന വില എന്ന് പറയുമ്പം ഡിമാൻഡ് സീറോ ആവാനുള്ള ചാൻസ് ഉണ്ട്. ദ എമൗണ്ട് ഓഫ് ഡിമാൻഡ് വെൻ കമ്മോഡിറ്റി ഈസ് എ ഫ്രീ ഗുഡ് എന്ന് വെച്ചാൽ പ്രൈസ് സീറോ ആവും. അപ്പോൾ നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ്. മാക്സിമം പ്രൈസ് പെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് സീറോ ആവും, ഡി ഈക്വൽ ടു സീറോ ആയിട്ട് സങ്കല്പിക്കണം. അപ്പോൾ ഡി ഈക്വൽ ടു സീറോ ആകുമ്പോൾ എന്താ 50 മൈനസ് 5p ഈക്വൽ ടു 0, അതായത് മൈനസ് പി ഈക്വൽ ടു മൈനസ് 50. അപ്പം 5 ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ മൈനസ് 50 ഡിവൈഡ് ബൈ മൈനസ് 5 ഈക്വൽ ടു 10 പ്ലസ് ആവും, 10 ആവും. മാക്സിമം പ്രൈസ് 10 ആണ്. അതേപോലെ ഫ്രീ ഗുഡ് ആണെങ്കിലോ പ്രൈസ് 0 ആവും. അപ്പോൾ പ്രൈസ് 0 ആകുമ്പോൾ എന്താ സംഭവിക്കുക? നമുക്കറിയാം 5 ഇൻറ്റു 0 അതായത് 50 ആണ് ഡിമാൻഡ്. ഓക്കെ. സൈമിൾട്ടേനിയസ് ഇക്വേഷൻ ഓഫ് ഫസ്റ്റ് ഡിഗ്രി ഇൻ 2 അൺനോൺസ്, 2 അൺനോൺ ആണെങ്കിലോ 2 അൺനോൺ വരും. നമ്മൾ ഒരു അൺനോണിനെ സോൾവ് ചെയ്തിട്ട് മറ്റൊരു അൺനോണിനെ നമ്മൾ എന്ത് ചെയ്യണം? എടുക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ഞാൻ ഇക്വേഷൻ താഴേക്ക് ഒന്നുകൂടെ ഒന്ന് എടുത്തെഴുതിയിട്ടുണ്ട്. ഇനി എന്താ, എലിമിനേറ്റ് എക്സിനെ എലിമിനേറ്റ് ചെയ്തത്. കോഫിഷ്യൻ്റ് ഓഫ് എക്സ് ഈസ് ബോത്ത് ദി ഇക്വേഷൻ സെയിംസ്. എക്സിൻ്റെ കോഫിഷ്യൻ്റ് രണ്ടിടത്തും ഒരേപോലെ ആക്കിക്കൊണ്ട് അതിനെ ക്യാൻസൽ ചെയ്യണം. അപ്പം അതിനുവേണ്ടി എന്ത് ചെയ്യണം? എൻ്റെയർ ഇക്വേഷനെ 5 കൊണ്ട് ആദ്യത്തെ ഇക്വേഷനെയും രണ്ടാമത്തെ ഇക്വേഷനെ 4 കൊണ്ടും ചെയ്യുമ്പം ഒരേപോലെ ആവും. അപ്പോൾ എങ്ങനെ കിട്ടുന്നത്? 20x + 10y = 30. മറ്റേ എത്ര? 20x + 4y = 24. ഇനി അതിനെ സോൾവ് ചെയ്യണം. സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? അതായത് 20xഉം 20xഉം പോവും, പിന്നെ -4 ആണ്. അതായത് സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ താഴത്തേനെല്ലാം മൈനസ് ചിഹ്നം വരും. ബാക്കി എത്ര? 6y, വലുതിൻ്റെ ചിഹ്നം 6y = 6. അതായത് y = എത്രയാ? 1. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിലേക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? 1 വൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 4x + 2 × 1 = 6. അതായത് 4x = 4, അതായത് 4/4 എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 1. വൈയുടെ വാല്യൂ എക്സിൻ്റെ വാല്യൂ 1 എന്ന് കിട്ടി. കണ്ടോ? ഇങ്ങനെ സോൾവ് ചെയ്യണം. സൈമിൾട്ടേനിയസ് ഇക്വേഷൻ ഓഫ് ഫസ്റ്റ് ഡിഗ്രി ഇൻ 3 അൺനോൺസ്. 3 അൺനോൺ വരുവാണെങ്കിൽ എന്താ സംഭവിക്കുക? അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഓരോ അൺനോണിനെയും ക്യാൻസൽ ചെയ്ത് കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഇക്വേഷൻ ഒന്നുകൂടെ എഴുതി, ഇവിടെ മൂന്നാമത്തെ ഇക്വേഷനകത്തിൽ ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് 48 അപ്പുറത്തേക്ക് കൊണ്ടുപോയി ഒരേപോലെ ആക്കാൻ വേണ്ടി. അപ്പോൾ -48 വന്നു. അപ്പോൾ ഇക്വേഷൻ 1, 2, 3 എന്നതിന് പേര് കൊടുത്തു. ഇനി അതിലെ ഫസ്റ്റ് ഇക്വേഷൻ ഇങ്ങോട്ട് എടുത്തു. സെക്കൻഡ് ഇക്വേഷനെ 9 കൊണ്ട് ഇൻഡ്യൂ ചെയ്തു. സെക്കൻഡ് ഇക്വേഷൻ ഞാൻ ഒന്നുകൂടെ നോക്കാം. സെക്കൻഡ് ഇക്വേഷൻ എന്താ? x + y ആണ്. ഇവിടെ 9 ആക്കാൻ വേണ്ടിയിട്ട് 9 കൊണ്ട് ഇൻഡ്യൂ ചെയ്തു. അപ്പോൾ എല്ലാത്തിനെയും 9 കൊണ്ട് ഇൻഡ്യൂ ചെയ്യണം. അപ്പോൾ ഇക്വേഷൻ 4 വന്നു. ഇക്വേഷൻ 1ഉം 4ഉം കൂടെ സബ്സ്ട്രാക്റ്റ് ചെയ്യുകയാണ്. സബ്സ്ട്രാക്റ്റ് ചെയ്യുമ്പം 6y + 5z = -1 എന്ന് കിട്ടും. മൈനസ് വന്നതിന് കാരണം എന്തായിരുന്നു? അവിടെ എന്ത് സംഭവിച്ചു പോയതാ? മൈനസ് ചിഹ്നം ഇട്ടാണ്. താഴെ മൈനസ് ചെയ്യുമല്ലേ, സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ മൈനസ് ചിഹ്നം എല്ലാത്തിനും ഇട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ വന്നേ. അപ്പം അത് സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത എന്താ സോൾവ് ചെയ്യാനുള്ളത്? രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ അങ്ങനെ തന്നെ എടുത്തു. രണ്ടാമത്തെ ഇക്വേഷനെ 2 കൊണ്ട് ഇൻഡ്യൂ ചെയ്തിട്ട് മൂന്നാമത്തെ ഇക്വേഷനെ ഇക്വേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. മൂന്നാമത്തെ ഇക്വേഷൻ തുടങ്ങുന്നത് തന്നെ 2x, അതുകൊണ്ട് എക്സിനെ അങ്ങ് ഇക്വേറ്റ് ചെയ്യാം. രണ്ടിടത്തും എക്സിനെ ഇക്വേറ്റ് ചെയ്യാൻ പോവാം. ഇക്വേറ്റ് ചെയ്ത് സബ്സ്ട്രാക്ട് ചെയ്തപ്പോൾ 7y + 2z = 56 എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ 2 ഇക്വേഷനെ, അതായത് വൈയും ഇസഡും വരുന്ന 2 ഇക്വേഷനെയും ഒന്ന് സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പം നമ്മുടെ മുമ്പിലുള്ളത് 44x എന്നാണ്. അതിൽ എന്താ സബ്സ്ട്രാക്റ്റ് ചെയ്യേണ്ട സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 42 ആക്കി നമ്മൾ മാറ്റിയിരിക്കുക. എന്ന് വെച്ചാൽ 42x y ആണ് വരുന്നത്. അത് മാറിപ്പോയതാണ്. 42y ആണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. അതൊന്ന് കറക്റ്റ് ചെയ്യാണ്. എൻ്റെ ഷോ എടുത്ത് 42y ആണ്. y ആണ്. ഇവിടെയും y വരും. ഓക്കെ, y വന്നു. 42y ആണ് വരുന്നത്. അപ്പോൾ 42y
42y എങ്ങനെയാണ് വന്നത് 7 കൊണ്ട് 5നെ ഇൻറ്റു 5 ഇക്വേഷൻ 5നെ 7 കൊണ്ട് ഇൻറ്റു ചെയ്തു 6 കൊണ്ട് മറ്റേതിനെ ഇൻറ്റു ചെയ്തു അപ്പം ഒരേപോലെ ആയി. അപ്പോൾ എന്ത് ചെയ്തു ഇനി സബ്സ്ട്രാക്റ്റ് ചെയ്യുക വേണ്ടത് നമ്മുടെ ഇക്വേഷന്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം നേരെ ഓപ്പോസിറ്റ് ചിഹ്നം ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യുമ്പോൾ എന്താ കിട്ടുക 47 അതായത് ഇവിടെ പ്ലസ് ആക്കുക പ്ലസ് ചെയ്താൽ മതി സബ്സ്ട്രാക്റ്റ് ചെയ്ത് പ്ലസ് ചെയ്യുക അത് എഴുതിയതും തെറ്റിപ്പോയതാണ്. പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 47 z ഈക്വൽ ടു 327. അതിനെ ഡിവൈഡ് ചെയ്തൊക്കെ എടുത്ത് കഴിയുമ്പം നമുക്ക് എന്ത് കിട്ടും 7 എന്ന ഉത്തരം കിട്ടും. ഇനി എന്ത് ചെയ്താൽ ഇസഡിൻ്റെ വാല്യൂ ഈ 7ാമത്തെ ഇക്വേഷൻ നമ്മളപ്പുറത്ത് കണ്ട 7ാമത്തെ ഇക്വേഷൻ ഉണ്ടല്ലോ അത് ഈ 7ാമത്തെ ഇക്വേഷൻ ഇതിൽ 6 5 7ാമത്തെ ഇക്വേഷൻ എടുക്കുക എന്നിട്ട് അതിലേക്ക് കൺവേർട്ട് ചെയ്യുക. കൺവേർട്ട് ചെയ്യുമ്പോൾ 56 7y പ്ലസ് 2 ഇൻറ്റു 7 ഈക്വൽ ടു 56 എന്ന് കിട്ടും. അത് സോൾവ് ചെയ്ത് വരുമ്പം നമുക്ക് കിട്ടുന്നത് 5y ഈക്വൽ ടു 6 എന്നാണ് ഉത്തരം കിട്ടുക. ഓക്കെ, ഇനിയും സബ്സ്റ്റിറ്റ്യൂട്ടിങ് എക്സ് അതായത് 2ാമത്തെ ഇക്വേഷനിലേക്ക് എന്ത് കൺവേർട്ട് ചെയ്യുക വൈയും എക്സും കിട്ടിയല്ലോ രണ്ടും കൺവേർട്ട് ചെയ്യുക. ആദ്യത്തെ 2ാമത്തെ ഇക്വേഷൻ അതായത് എക്സ് ഇൻറ്റു വൈ എക്സ് പ്ലസ് വൈ മൈനസ് ഇസഡ് ഈക്വൽ ടു 4 എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് കൺവേർട്ട് ചെയ്യുക. കൺവേർട്ട് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് 6 മൈനസ് 7 ഈക്വൽ ടു 4 എന്ന് കിട്ടും. അത് ചെയ്ത് കഴിയുമ്പോൾ എക്സ് ഈക്വൽ ടു 5 എന്ന്. അപ്പം എക്സിൻ്റെ വാല്യൂ 5 വൈയുടെ വാല്യൂ 6 ഇസഡിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 7. നേരത്തെ പറഞ്ഞത് തെറ്റിപ്പോയതാണ്. ഇസഡിൻ്റെ വാല്യൂവും വൈയുടെ വാല്യൂ ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പം അത്രയാണ് നമ്മുടെ മുമ്പിൽ ഇക്വേഷൻസ്. ഇനി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അത് അടുത്ത ക്ലാസ്സിലാണ് നമ്മൾ